നമസ്കാരം, ഞാൻ ഉണ്ണികൃഷ്ണൻ. ലൈവ് എഞ്ചിനീയേഴ്സ് കണ്ണൂരിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും പഴയ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ആണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് വീടിന് മുകളിലും വീടിന് ചുറ്റുപാടും പല ആളുകളും ഷീറ്റ് വർക്ക് നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. എല്ലാവരും പൊതുവെ ചെയ്യുന്നതാണ്. അത് ഒരു വ്യക്തി മാത്രമല്ല, അതിൽ പഞ്ചായത്തിൽ പെർമിറ്റ് എടുക്കുന്ന ഒരു സ്വഭാവവും ഇല്ല. പക്ഷേ കെട്ടിട നിർമ്മാണ ചട്ടത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിയമം, ഷീറ്റ് ഇടുന്നതിനെ പറ്റിയും അതിൻ്റെ കാര്യങ്ങളൊക്കെ. അതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. പഞ്ചായത്തും മുന്നേ ശ്രദ്ധിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ സാമ്പത്തികമായിട്ട് സർക്കാരിന് കുറച്ച് ക്ഷീണം വന്നതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം അവർ ചിന്തിച്ചു തുടങ്ങി. അപ്പോൾ ആദ്യം നിയമവശങ്ങൾ പറഞ്ഞു തരാം. എന്താണ് ഷീറ്റ് വർക്ക് ചെയ്യുന്നതിൻ്റെ നിയമം, അതെന്തിനാണ് ചെയ്യുന്നത്, അതെങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. അതായത് കെട്ടിട നിർമ്മാണ ചട്ടം റൂൾ നമ്പർ 74 പറയുന്നുണ്ട്, ഏക കുടുംബ വാസഗൃഹങ്ങൾക്ക് മുകളിൽ ഷീറ്റ് അല്ലെങ്കിൽ ഓട് കൊണ്ടുള്ള അധിക മേൽക്കൂര നിർമ്മിക്കുന്നതിനെ പറ്റിയിട്ട്. അത് ഞാനൊന്ന് വായിച്ചു തരാം. 3 നിലകൾ വരെയുള്ളതും 10 മീറ്ററിൽ കൂടുതൽ ഉയരമില്ലാത്തതുമായ ഏക കുടുംബ വാസഗൃഹ കെട്ടിടങ്ങളുടെ കാര്യങ്ങളിൽ കെട്ടിടത്തിന്റെ ടെറസിന് മുകളിൽ 2.4 മീറ്റർ, അത് നേരത്തെ 1.8 മീറ്റർ ആയിരുന്നു. അത് 2020 ചട്ടം ഭേദഗതി ചെയ്തപ്പോൾ 2.4 മീറ്റർ ഉയരമാക്കിയിട്ട് കൂട്ടിയിട്ടുണ്ട്. പരമാവധി ഉയരത്തിൽ ഷീറ്റ് അല്ലെങ്കിൽ ഓട് കൊണ്ടുള്ള ചരിഞ്ഞ മേൽക്കൂര സ്ഥാപിക്കുന്നതിന് സെക്രട്ടറിക്ക് തൃപ്തികരമാണെങ്കിൽ അനുമതി നൽകാവുന്നതാണ്. അതിനർത്ഥം നമ്മൾ അനുമതി വാങ്ങിക്കാൻ അതിൻ്റെ കാര്യങ്ങൾ പഞ്ചായത്തിൽ അറിയിക്കേണ്ടതുണ്ട് എന്നല്ലേ. പിന്നെ ടെറസിന് മുകളിൽ ഉള്ള അത്തരം അധിക നിർമ്മിതി ടെറസിനെ മഴയിൽ നിന്നും സംരക്ഷിക്കുന്നതിനുള്ള അധിക സംരക്ഷണത്തിനായിരിക്കേണ്ടതും ഏതെങ്കിലും വിധത്തിൽ ഉള്ള താമസ ആവശ്യത്തിന് ആകാൻ പാടില്ലാത്തതുമാണ്. അതായത് ഷീറ്റ് ഇട്ടിട്ട് വാടക കൊടുക്കാനോ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള താമസ ആവശ്യത്തിനോ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അടുത്ത കാര്യം, ടെറസിലെ അത്തരം അധിക മേൽക്കൂരയുടെ എല്ലാ വശവും തുറന്നിരിക്കേണ്ടതും ചുമർ, ഗ്രിൽ, ജനൽ, ഷട്ടർ, ഏതെങ്കിലും തരത്തിലുള്ള മറ അതുപോലുള്ളവ ഉപയോഗിച്ച് പൂർണ്ണമായോ ഭാഗികമായെങ്കിലുമോ അടയ്ക്കുവാൻ പാടില്ലാത്തതുമാണെങ്കിലും താഴെ പറയുന്നവ അനുവദനീയമാണ്. അതായത് കംപ്ലീറ്റ് മറക്കാൻ പാടില്ല എന്ന്. പക്ഷെ എങ്ങനെയായാലും നമ്മൾ മുകളിൽ ഒരു പാർട്ടിൽ ഷീറ്റ് ഇടുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഭാഗമെങ്കിലും ചുമരുണ്ടായിരിക്കും. അങ്ങനെ ഒരു ഭാഗവും ചുമരില്ലാത്ത ഒരു മേൽക്കൂര, അതായത് പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് ഷീറ്റ് ഇടുന്നതിന് ആണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ഭാഗമെങ്കിലും മറച്ചു കഴിഞ്ഞാൽ സംഭവം കാര്യം മാറി. അപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, താഴെ പറഞ്ഞ കാര്യങ്ങൾ ഇതിൽ അനുവദനീയമാണ്. അതെന്താണെന്ന് നോക്കാം. 1.2 മീറ്റർ വരെ ഉയരം ഉള്ള ചെറുമതിൽ, അതായത് പാരപ്പറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അത്തരം അധിക മേൽക്കൂരയെ താങ്ങി നിർത്തുന്നതിനുള്ള പോളങ്ങൾ, അത് അതിൻ്റെ തൂണുകൾ, ടെറസിലേക്ക് നയിക്കുന്ന സ്റ്റെയർ കേബിൻ ഉൾപ്പെടെയുള്ള കെട്ടിടത്തിൻ്റെ ഭാഗം, അതായത് മുകളിലേക്ക് കയറുമ്പോൾ ഉള്ള സ്റ്റെയർ കേബിൻ ഉണ്ടല്ലോ, അതിൻ്റെ ഭാഗങ്ങൾ, ടെറസ് ഭാഗത്തുള്ള വാട്ടർ ടാങ്ക്, മഴവെള്ള സംഭരണ ക്രമീകരണങ്ങൾ, അതുപോലെ ഉള്ള മറ്റ് ഘടകങ്ങൾ, ഇതിനെയൊന്നും ഈ ഷീറ്റ് ഇടുന്നത് ബാധിക്കില്ല. ഇതൊക്കെ അനുവദനീയമാണ്. ആ ഷീറ്റിൻ്റെ ഉള്ളിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെ കൊണ്ട് മുടക്കമില്ല. പിന്നെ അത്തരത്തിലുള്ള അധിക മേൽക്കൂരയുടെ തുറസായ സ്ഥലത്തേക്കുള്ള ഏതെങ്കിലും തള്ളലുകൾ ഈ ചട്ടങ്ങൾക്ക് അനുസൃതമായിരിക്കേണ്ടതാണ്. പിന്നെ അത്തരത്തിലുള്ള
അധിക മേൽക്കൂരയിലുള്ള കെട്ടിടം ആക്ടിലെയും ബാധകമായ മറ്റേതെങ്കിലും നിയമത്തിലെയും വ്യവസ്ഥകൾ കൂടി പാലിക്കേണ്ടതാണ്. അതായത് ഷീറ്റ് ഇടുമ്പോൾ അതിൻ്റെ തൊട്ടു ഭാഗത്തോടുകൂടി ഒരു ഇലക്ട്രിക്കൽ ലൈന് അങ്ങനെയുള്ളതൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവിടുന്ന് പെർമിഷൻ വാങ്ങിച്ചിട്ട് വേണം നമ്മൾ ഈ ഷീറ്റ് ഇടാൻ ആരംഭിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മറ്റൊരു കാര്യം കൂടി, അപേക്ഷാ ഫീസും പെർമിറ്റ് ഫീസും ആവശ്യമുണ്ട്. അത് പല ആൾക്കാർക്കും അറിയില്ല. അതെങ്ങനെയാണെന്നും കൂടി പറഞ്ഞുതരാം. അധിക മേൽക്കൂരയാൽ മൂടിയ അത്തരം ടെറസ് ഭാഗം പെർമിറ്റ് ഫീസ് കണക്കാക്കുന്നതിന് ഒഴികെ ഈ ചട്ടങ്ങൾ പ്രകാരമുള്ള നിർമ്മിത വിസ്തൃതി കണക്കാക്കുവാൻ പരിഗണിക്കേണ്ടതില്ല. അതായത് പെർമിറ്റ് ഫീസിന് മാത്രമേ ഇതിൻ്റെ ഏരിയ കണക്കാക്കേണ്ടതുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ പല പഞ്ചായത്തുകളും ഈ ഷീറ്റിട്ട ഏരിയ കൂടി ഇപ്പോൾ കെട്ടിടത്തിൻ്റെ ഏരിയയുടെ കൂടെ കൂട്ടി നികുതി വാങ്ങിക്കുന്നതായി അറിയുന്നു. നമുക്കറിയുന്ന നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പഞ്ചായത്തുകൾ പലതും ചെയ്യുന്നുണ്ട്. അത് നിയമവിരുദ്ധമാണ്. ഒരു പക്കാ കെട്ടിടത്തിനെന്ന പോലെ അപേക്ഷാ ഫീസും പെർമിറ്റ് ഫീസും യഥാക്രമം ഷെഡ്യൂൾ 1, ഷെഡ്യൂൾ 2 എന്നിവയിലേതുപോലെ ആകേണ്ടതാണ്. അതായത് നിയമം പറയുന്നത് നിങ്ങൾ പെർമിറ്റ് ഫീസ് അടക്കണം, നിങ്ങൾ നികുതിയിൽ നിന്ന് നിങ്ങളെ ഇത് ഒഴിവാക്കും എന്നാണ്. അതായത് തുറന്ന ടെറസ് ആണെങ്കിൽ മാത്രം, ക്ലോസ് ചെയ്ത ടെറസിന് നികുതി ഉണ്ടാവും. അതായത് നെറ്റ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഷീറ്റ് തന്നെ ഉപയോഗിച്ചിട്ടോ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നികുതിയിൽ വരുന്നതാണ്. ഒരു സാഹചര്യത്തിലും അത്തരം അധിക മേൽക്കൂര ഉൾപ്പെടെയുള്ള കെട്ടിടത്തിന്റെ ഉയരം കൂടിയ കെട്ടിടങ്ങളുടെ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വിധത്തിൽ ആയിരിക്കരുത്. അടുത്ത, ഈ ചട്ടങ്ങൾ പ്രകാരമോ ബൈലോകൾ പ്രകാരമോ മറ്റേതെങ്കിലും നിയമപ്രകാരമോ ഉള്ള നിയമാനുസൃത ക്ലിയറൻസുകൾ, അംഗീകാര സാക്ഷ്യപത്രങ്ങൾ, തടസ്സരഹിത സാക്ഷ്യപത്രം, സമ്മതം മുതലായവ ബാധകമായിടത്തെല്ലാം ലഭ്യമാക്കേണ്ടതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, KSEBിൻ്റെ 220 kV ലൈനൊക്കെ മുകളിൽ നിന്ന് ടവർ വഴി പോകുന്നുണ്ടെങ്കിൽ ആ ഏരിയയിലൊക്കെ കൂടി പോകുന്ന അവരുടെ അടുക്കുന്ന NOC വാങ്ങിക്കേണ്ടതാണ്. പിന്നെ 3 നിലകൾ വരെയുള്ളതും 10 മീറ്ററിൽ കൂടുതൽ ഉയരമില്ലാത്തതുമായ ഏക കുടുംബ വാസഗൃഹ കെട്ടിടങ്ങൾ ഒഴികെയുള്ള മറ്റെല്ലാ ഒക്കുപ്പൻസികൾക്ക് കീഴിലുള്ള കെട്ടിടങ്ങളുടെ ടെറസിലുള്ള അധിക ഷീറ്റ്, ഓട്, മേൽക്കൂര നിർമ്മാണം മറ്റൊരു നിലയായി പരിഗണിക്കേണ്ടതും ഈ ചട്ടങ്ങൾ പ്രകാരമുള്ള എല്ലാ നിബന്ധിത ആവശ്യങ്ങൾക്കും പ്രകാരമുള്ള എല്ലാ നിർബന്ധിത ആവശ്യകതകളും കണക്കാക്കുന്നതിനായി ഉൾപ്പെടുത്തേണ്ടതുമാണ്. ഇത്രയുമാണ് നിയമം. പക്ഷേ ഈ നിയമങ്ങൾ എല്ലാ പഞ്ചായത്തും പാലിക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. ഇപ്പോൾ സാമ്പത്തികമായിട്ട് കുറച്ച് പിന്നോക്കം ആയതുകൊണ്ട് സർക്കാരിൽ പുതിയ ഷീറ്റ് ഇടുന്നവർ പെർമിറ്റ് കൊടുത്തിട്ട് വേണം ഷീറ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടതും. പിന്നെ അതുപോലെ തന്നെ ഷീറ്റ് വർക്ക് നിങ്ങൾ പെർമിറ്റ് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും ഭൂരിഭാഗം പഞ്ചായത്തും ഇപ്പോൾ ഷീറ്റ് വർക്ക് ചെയ്തതിന് ടാക്സിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ആ കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അധികം ആൾക്കാരും ഈ ഷീറ്റ് ഇടുന്ന കാര്യം പഞ്ചായത്തിൽ പോയി പറയാത്തതും അതിൻ്റെ പെർമിറ്റ് എടുക്കാത്തതും എന്നാണ് പറ്റിയിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് നമ്മൾ ഈ ഷീറ്റ് വർക്കൊക്കെ ചെയ്തു, നമ്മൾ പഞ്ചായത്തിൽ പറയുകയും ചെയ്തില്ല. അപ്പോൾ ഷീറ്റ് വർക്ക് ചെയ്തു, വീടിൻ്റെ നമ്പറൊക്കെ കിട്ടിയതിന് ശേഷം നമ്മൾ ഷീറ്റ് വർക്കൊക്കെ ചെയ്തു, എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ കാലങ്ങൾ കുറേ കഴിഞ്ഞു, ഒരു 2-3 വർഷമൊക്കെ കഴിഞ്ഞു. അപ്പോഴാണ് നമുക്ക് വർക്ക് ഏരിയ കുറച്ച് സൗകര്യം കുറവാണ്, നമുക്കതൊന്ന് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യണം, കുറച്ച് വലിപ്പം കൂട്ടണം എന്നുള്ള ഒരു ചിന്താഗതി വന്നു. അത് നിയമപ്രകാരം നമ്മൾ പഞ്ചായത്തിൽ പെർമിറ്റിന് കൊടുക്കുന്ന സമയത്ത് ലൈസൻസി എന്ത് ചെയ്യും? നിങ്ങൾ ഷീറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഷീറ്റ് ഇട്ട ഏരിയയും കൂടി ഈ പെർമിറ്റിനുള്ള അപേക്ഷയിൽ ആഡ് ചെയ്തിട്ട് മാത്രമേ ഒരു ലൈസൻസിക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ആ കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നേരത്തെ നിങ്ങൾ ഈ ഷീറ്റ് ഇട്ടത് പഞ്ചായത്ത് പറഞ്ഞില്ലെങ്കിലും ഇത് റെഗുലറൈസ് ചെയ്തിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അതായത് റെഗുലറൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പൗണ്ടിങ് ഫീസ്, അതായത് പിന്നെ നമ്മുടെ പെർമിറ്റ് എടുക്കുന്നതിൻ്റെ ഇരട്ടി ഫീസായിട്ട് അടച്ച് റെഗുലറൈസ് ചെയ്യേണ്ടി വരും.
ആ റെഗുലറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം എന്താണ് പ്രശ്നം വരിക? ചില പഞ്ചായത്ത്, എല്ലാ പഞ്ചായത്തൊന്നും ഞാൻ പറയുന്നില്ല, ചില പഞ്ചായത്ത് ഇത് ടാക്സിൽ ഉൾപ്പെടുത്തും. അപ്പോൾ നിങ്ങളെ ടാക്സ് ഒരുപാട് വർദ്ധിക്കും. അത് എങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാലും പിന്നെ ഇതിപ്പം പഞ്ചായത്ത് പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും ഈ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്ന് മനസ്സിൽ ഓർത്തു വെക്കുക. നമ്മുടെ പ്ലോട്ടിൽ നമ്മൾ മഴ നനയുന്നതിനോ അല്ലെങ്കിൽ മറ്റുള്ള തുണി ഉണക്കാനോ ആവശ്യത്തിനായിരിക്കും നമ്മൾ ഷീറ്റ് ഇട്ടിട്ടുണ്ടാവുക. പക്ഷെ പഞ്ചായത്തിന് അതിൻ്റെ വരുമാനം കിട്ടണം എന്നുള്ളതാണ് സർക്കാർ പറയുന്നത്. പിന്നെ വേറൊരു കാര്യം, ഇതിപ്പം ബിൽഡിങ്ങിൻ്റെ മുകളിലുള്ള ഷീറ്റ് വർക്കിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി ചില ആൾക്കാർ മുറ്റത്തൊക്കെ ഷീറ്റ് ഇടുന്ന ഒരു ഏർപ്പാടുണ്ട്. അതായത് വണ്ടി പാർക്ക് ചെയ്യുന്നതിനും മുറ്റത്ത് മഴക്കാലത്ത് ചെളി വരുന്നതിനും അങ്ങനെയുള്ള ഒരു ഈർപ്പം വരുന്നതിനും കൊണ്ടാണ് അവർ ഷീറ്റ് ഇടുന്നുണ്ടാവുക. അപ്പോൾ അതിനും നിയമങ്ങളുണ്ട്, അതിനും പെർമിറ്റ് വേണം ഷീറ്റ് ഇടുന്നതിന്. പക്ഷേ ഷീറ്റ് ഇടുമ്പോൾ ആ സംഭവത്തിൽ പെർമിറ്റ് എടുക്കുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് ഷീറ്റിൻ്റെ എൻഡിൽ നിന്നും, ഷീറ്റിൻ്റെ എൻഡ് എന്ന് പറഞ്ഞാൽ ഷീറ്റിൻ്റെ പിന്നെ തൂണ് കൊടുക്കുമല്ല, തൂണിൻ്റെ എൻഡിൽ നിന്ന് 3 മീറ്റർ നിങ്ങളെ പിന്നെ ഇത് ഉണ്ടല്ലോ സെറ്റ് ബാക്ക് കൃത്യമായിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പെർമിറ്റ് അനുവദിച്ചു തരും. പക്ഷേ പിന്നെ റോഡിൽ നിന്ന് ചിലപ്പോൾ വീടിൻ്റെ അടുത്തേക്കായിരിക്കും 3 മീറ്റർ ഉണ്ടാവുക. ആ ഗ്യാപ്പ് വരുന്ന സ്ഥലത്തായിരിക്കും നിങ്ങൾ ഷീറ്റ് ഇടുന്നുണ്ടാവുക. ഈ 3 മീറ്റർ കൃത്യമായിട്ട് ക്ലിയറൻസ്, ബിൽഡിങ്ങിൻ്റെ പോലെ തന്നെ ക്ലിയറൻസ് ഇല്ലെങ്കിൽ മുറ്റത്ത് ഷീറ്റ് ഇടാൻ റിസ്ക് എടുത്തിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ഷീറ്റ് ഇടുന്നവർ നിങ്ങളെ റിസ്കിൽ നിങ്ങൾ ഷീറ്റ് ഇടുക എന്നുള്ളത്. പഞ്ചായത്തിൽ നിന്ന് പെർമിഷൻ കിട്ടില്ല. ശരിക്ക് ഒരു കെട്ടിടത്തിൻ്റെ പാർട്ട് തന്നെയാണല്ലോ ഈ ഷീറ്റ് ഇടുന്നത്. അപ്പോൾ കെട്ടിടം എന്നുള്ളതിൻ്റെ ഒരു വിവരണമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. കെട്ടിടം എന്നാൽ ഏതൊരാവശ്യത്തിനായാലും എന്തെങ്കിലും വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മനുഷ്യവാസത്തിനു വേണ്ടി ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ഏതൊരെടുപ്പും അതിൻ്റെ ഓരോ ഭാഗവും എന്ന് അർത്ഥമാകുന്നതാണ്. മനസ്സിലായില്ലേ? അത് കല്ലോ കോൺക്രീറ്റോ കൊണ്ട് നിർമ്മിക്കണം എന്നൊന്നുമില്ല. ഏത് വസ്തുവിനെ കൊണ്ട് നിർമ്മിച്ചു കഴിഞ്ഞാലും അത് കെട്ടിടം തന്നെ. അപ്പോൾ നിങ്ങൾ ഷീറ്റ് ഇടുന്നത്, പെർമിഷൻ ഇല്ലാതെ ഷീറ്റ് ഇടുന്നത് തെറ്റല്ലേ? കെട്ടിടത്തിൻ്റെ ഭാഗമല്ലേ? കെട്ടിട നിർമ്മാണ ചട്ടം അനുസരിക്കാതെ നിങ്ങൾ പിന്നെ റോഡിൻ്റെ അതിര് വരെ ഉള്ള സ്ഥലത്ത് ഷീറ്റ് ഇടുന്നത് ശരിക്കും പറഞ്ഞാൽ അത് നിയമവിരുദ്ധമാണ്. ഇത് പറഞ്ഞുകൊണ്ട് എന്നോട് ദേഷ്യം തോന്നരുതേ. അപ്പോൾ അങ്ങനെയാണ് കെട്ടിടം എന്നതിൻ്റെ വിശദീകരണം. അപ്പോൾ നമ്മൾ തൊട്ടതിനും പിടിച്ചതിനും എല്ലാ ഭാഗത്തും ഈ ഷീറ്റ് ഇടുക എന്നുള്ള ഒരു കാര്യം നിങ്ങൾ പരമാവധി ചിന്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ. അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ഭാവിയിൽ പൊളിച്ചു മാറ്റണ്ട എന്നുള്ള ഒരു കാര്യം വരുന്ന സ്ഥലത്ത് മാത്രം ഷീറ്റ് ഇടുക. അതായത് കൃത്യമായിട്ടുള്ള സെറ്റ് ബാക്ക് വരുന്ന സ്ഥലങ്ങൾ. അപ്പോൾ ചില ആൾക്കാർ ആകെ 4 സെൻറ്റ് സ്ഥലം ഉണ്ടാവും. അപ്പോൾ വീടെടുത്ത് കഴിഞ്ഞ് അതിന് ചുറ്റുപാടും ഒരു എന്താ പറയുക മണ്ണിൻ്റെ പശ ഒന്നും ഉണ്ടാവില്ല, മതിൽ കെട്ടി അത് കംപ്ലീറ്റ് വീടിൻ്റെ അടുക്കുന്ന ആ മതിൽ വരെ കംപ്ലീറ്റ് അങ്ങ് ഷീറ്റിട്ടെ. അങ്ങനെ ചെയ്യുന്നവർ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഈ പുതുതായിട്ട് വീടെടുക്കുന്നവർ, അവർക്കൊരു സജഷനും കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഫ്യൂച്ചറിൽ ഈ വീടിൻ്റെ മുകളിൽ ഷീറ്റ് വർക്ക് ചെയ്യാൻ പരിപാടി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ സാധാരണ ബിൽഡിംഗ് പെർമിറ്റ് എടുക്കില്ലേ, ആ സമയത്ത് മുകളിൽ ഷീറ്റ് വർക്ക് ചെയ്യുന്നതായിട്ട് പെർമിറ്റിൽ കാണിച്ചിട്ട് പെർമിറ്റിന് വേണ്ടിയിട്ട് അപേക്ഷ സബ്മിറ്റ് ചെയ്യാൻ ലൈസൻസിയോട് പറഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾ കംപ്ലീഷൻ്റെ സമയത്ത് നിങ്ങൾ ഈ ഷീറ്റ് വർക്ക് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ പെർമിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പെർമിറ്റിൻ്റെ ഫീസ് പഞ്ചായത്തിന് കിട്ടി. പിന്നെ രണ്ടാമത് നിങ്ങൾ ഏതെങ്കിലും കാലത്ത് ഒരു 5 വർഷം കഴിഞ്ഞിട്ടോ ഒരു 10 വർഷം കഴിഞ്ഞിട്ടോ നിങ്ങൾ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാലും പഞ്ചായത്തിൽ നിന്ന് ഒരു ആക്ഷൻ ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം നിങ്ങൾ പെർമിറ്റ് ഓൾറെഡി എടുത്തിട്ടാണ് ഷീറ്റ് വർക്ക് ചെയ്തത്. അപ്പോൾ ഈ കാര്യം ഒന്ന് നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് കൈകാര്യം ചെയ്യുക. അതായത് പുതുതായിട്ട് പെർമിറ്റിന് അപേക്ഷ കൊടുക്കുന്നതിന് മുന്നേ പുതുതായിട്ട് വീടെടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ഇങ്ങനെ ചെയ്താൽ മതിയാകും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര വരെയുള്ളൂ. ഈ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇതുകൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ. അപ്പോൾ പുതിയൊരു അറിവും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.